ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 47,800ൻ്റെ കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. ഞാൻ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തൊട്ട് മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണ് പോസിബിൾ എന്നാണ് തോന്നുന്നത്. മേജർ ഒരു സപ്പോർട്ടിനെ താഴത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് ഞാനൊരു കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള കോൾ ഓപ്ഷൻ. അതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഒരു ക്രൈറ്റീരിയ പ്രകാരവും എൻ്റെ ഒരു സെറ്റപ്പ് പ്രകാരവും കോൾ ഓപ്ഷനാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 300 അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞ ഉടനെ ഒരു നല്ലൊരു റെഡ് ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ചെയ്ത് വെക്കുന്നത്. നമുക്കതുകൊണ്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഏതായാലും ഒരു 2000 റേഞ്ചിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ട്രേഡേഴ്സ്, ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് മാനുവലി. ട്രേഡേഴ്സ് ഞാൻ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. സെയിം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് ഞാൻ എൻ്റർ ചെയ്തത്. 705 ആണ് നമുക്ക് എൻട്രി പോയിൻ്റ് കിട്ടിയത്. ജസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ തന്നെ നെഗറ്റീവായിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നേരത്തെ ഫോമായി കഴിഞ്ഞ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ട്രേഡ് എടുക്കാൻ റീസൺ ഉണ്ട്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് തന്നെ ട്രേഡ് എത്തിക്കഴിഞ്ഞ ട്രേഡേഴ്സ്. ഫൈൻ. ഓക്കെ ട്രേഡേഴ്സ്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏകദേശം നമ്മുടെ ഹിറ്റായ പോലെ നമുക്ക് ഇവിടെ നിന്നും മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം. ട്രേഡേഴ്സ് നമ്മൾ 2 ട്രേഡാണ് ഇപ്പോൾ ഞാനിത് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ 3ാമത്തെ ട്രേഡാണ്. അപ്സൈഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് ഞാൻ ഇതൊന്ന് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മളുടെ പൊസിഷനും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ഇതിന് തൊട്ട് മുന്നിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നിലത്തെ ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ചെറിയ ട്രേഡ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബെയറബിൾ സ്റ്റോപ്പ് ലോസ് ആയിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ പ്രോപ്പർ സ്റ്റോപ്പ് ലോസിന് മുന്നേ തന്നെ മാനുവലി ഇറങ്ങിയായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയാലോ. അപ്പോൾ ഇതിപ്പം ഒരു 50 പോയിൻറ്റ്സ്, ഏകദേശം ഒരു 50 പോയിൻറ്റ്സ്, ഒരു പ്രീമിയം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 25 പോയിൻറ്റ്സിൻ്റെ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലോസ് ഉള്ളൂ. സോ അതാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇതിനകത്ത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസും വളരെ ചെറുതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഏകദേശം ഒരു 50 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസാണ്. അപ്പം സ്ട്രൈക്ക് പ്രൈസ് വെച്ചിട്ട് ഒരു 25 പോയിൻറ്റ്സും നമ്മളുടെ ഒരു ചെറിയൊരു ലോസിൽ തന്നെയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. 719ലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. 720 എന്ന് പറയാം. അതിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. രാവിലത്തെ എല്ലാം നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുമായിരുന്നു. നമ്മളുടെ ഓവറോൾ വ്യൂ ഇന്ന് എനിക്ക് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു അപ്സൈഡ് ട്രേഡ് എടുത്തത്. ഏതായാലും മാർക്കറ്റിന് നമുക്ക് എഗനിസ്റ്റ് പോയാലും നമുക്ക് വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ട. നമുക്ക് നമ്മളുടെ 50 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. ഇനിയിപ്പോൾ അല്ല പ്രീമിയം വൈസ് പോയി ഹിറ്റായാൽ കൂടെ നമ്മളിത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും എന്തായാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. കാരണം 3ാമത്തെ ട്രേഡാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. 695ഉം 696ഉമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 720ലാണ് നമുക്ക് ഏകദേശം എൻട്രി കിട്ടിയത്. ഇപ്പോൾ ഒരു 726 റൺ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസാണ് ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം തന്നെ അതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. നമുക്ക് എഗനിസ്റ്റാണ് ഇനി മാർക്കറ്റ് വരുന്നെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇതിന് മുന്നിലത്തെ ട്രേഡിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എടുക്കാനുള്ള റീസൺ അതാണ്. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിലാണ് നമുക്കൊരു എൻട്രി കണ്ടത്. സോ അതാണ് ഞാൻ ആ ഒരു റേഞ്ചിലും ട്രേഡ് എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ പ്രീമിയം വൈസ് അല്ലെങ്കിൽ കൂടെ താഴത്തോട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് ഈ ട്രേഡിൽ മാനുവൽ എക്സിറ്റ് ചെയ്യുന്നില്ല. ഇനി ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നോക്കാം.
ഞാൻ താഴത്തോട്ട് ഇനിയിപ്പം എനിക്കിപ്പോഴും തോന്നുന്നത് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. സോ എന്നാലും നമ്മൾ ഗ്രീഡ്നെസ് കാണിക്കില്ല, നമ്മളുടെ ടാർഗറ്റ് ഏരിയ ആകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. സോ വളരെ ഡിസിപ്ലിൻഡായിട്ട് ട്രേഡ് ചെയ്യുക. നമ്മൾ ചില ആൾക്കാർ ഞാനതിന് മറുപടി പറയേണ്ടെന്ന് ഓർത്ത്, എന്നാലും പറയാം. ചില ആൾക്കാർ പറയുന്നു നമ്മൾ ട്രെൻഡിന് എഗനിസ്റ്റാണ് ട്രേഡ് ചെയ്യുന്നത്. അതായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഫ്രൈഡേ ലോസ് വന്നപ്പോൾ പറഞ്ഞത്. ചേട്ടാ, എൻ്റെ അതിന് മുന്നേ ഉള്ള വീഡിയോസ്, ഒന്നാമത്തെ കാര്യം ഒന്നും നമ്മൾക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ക്രിട്ടിസൈസ് ചെയ്തു, പുള്ളി തന്നെ എഴുതിയിട്ടിരിക്കുന്നു, താങ്കൾ ട്രെൻഡിന് അഗനിസ്റ്റാണ് ട്രേഡ് ചെയ്തത്, താങ്കൾ ക്യാൻഡിലിൻ്റെ ക്ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. നല്ല ക്രിറ്റിസിസം ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലാണ് നമ്മളെ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഓക്കെ, നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നല്ല രീതിയിലാണ് നമ്മളോട് ഇത് പറയണമെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. ഇത് പൊട്ടത്തരാ പറയണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഒരിക്കലും ഒരു പൊസിഷൻ ട്രേഡർ അല്ല. ഞാൻ രാവിലെ ട്രേഡ് എടുത്ത് വൈകിട്ട് വരെ ഞാൻ ഇരിക്കാറില്ല. ഞാനൊരു ഓപ്ഷൻ ബയറാണ്. ഓപ്ഷൻ ബയർ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ കൂടിപ്പോയ 10-15 പോട്ടെ, മാക്സിമം ഒരു അരമണിക്കൂർ, അതിന് മുന്നേ നമ്മുടെ പ്രീമിയം ഡീക്കേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ ഞാൻ പെട്ടെന്ന് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ഞാൻ ട്രെൻഡ് നോക്കേണ്ട കാര്യമില്ല, ഞാൻ ട്രെൻഡ് നോക്കാറില്ല. ഞാൻ എൻ്റെ ഒരു കൺവിക്ഷൻ ലെവൽ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു സെറ്റപ്പ് എന്താ പറയുന്നതെന്നനുസരിച്ചാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഒന്നും കാര്യങ്ങളൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്കും പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് മുന്നേറി, ഒരുമിച്ച് മാർക്കറ്റിനെ കീഴടക്കാം. അത് വേറൊരു പവർ സാധനം. പക്ഷേ അതല്ലാതെ ഒന്നും അറിയാൻ പാടില്ലാതെ വന്ന് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി താഴത്ത് വന്ന് അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാതെ, കാരണം ആർക്കും ഒരു യൂസ്ഫുൾ ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനൊരു പൊസിഷൻ ട്രേഡർ അല്ല. ക്യാൻഡിലിൻ്റെ ക്ലോസ്, അതിന് മുന്നിലത്തെ ട്രേഡൊക്കെ എടുത്ത് നോക്ക്. ക്യാൻഡിലിൻ്റെ ക്ലോസിന് അതിൻ്റെ ജസ്റ്റ് മുന്നിലത്തെ വ്യാഴാഴ്ചത്തെ ട്രേഡ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും എടുത്ത് നോക്ക്. മുന്നിലത്തെ ട്രേഡ് ഞാൻ അങ്ങനെ തന്നെ എടുത്തത്. ക്യാൻഡിലിൻ്റെ ക്ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ എൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു എനിക്ക് തന്നത്. മനസ്സിലായോ? അങ്ങനെ ചുമ്മാ പറയല്ലേ ഭായ്. വളരെ സ്നേഹത്തോടു കൂടെ തന്നെ, വളരെ വളരെ സന്തോഷത്തോടെയും വളരെ റെസ്പെക്റ്റോടു കൂടെ തന്നെ പറയുന്നത്. കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് പറയൂ, നോ ഇഷ്യൂ. നമ്മളും അതിനെ നല്ല രീതിയിൽ എടുക്കാനും നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക, ഞാനും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരു ഗ്യാങ്ങായിട്ട്, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മളൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റണമെന്നും അതിനൊരു സന്ദർഭം ഉണ്ടായി കിട്ടണമെന്നുമാണ്. സോ അത് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഇനി ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസിന് ഒന്നും ഞാൻ റിപ്ലൈ പറയില്ല ട്രേഡേഴ്സ്. ഈ പുള്ളി തന്നെ എന്നിട്ട് അടിയിൽ എഴുതിയിട്ടേക്കുക ഇതിനിപ്പോൾ വാദമായിട്ട് വരുമെന്ന്. അപ്പോൾ പുള്ളി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, ഞാനാണ് ശരിയെന്നൊക്കെ പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനിത് വാദമായിട്ട് വരുമെന്ന്. അതാണ് ഞാൻ ഇന്നലെ ഇത് പറയാഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ അത് പറഞ്ഞ് വന്ന കൂട്ടത്തിൽ പറഞ്ഞാണ് ട്രേഡേഴ്സ്. ഓക്കെ ഫൈൻ. എനിവേസ്, ലീവ് ഓൾ ദാറ്റ് നെഗറ്റീവ് കമൻറ്റ്സ്. അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കും. നമ്മൾ ബി പോസിറ്റീവ്. നമ്മൾ മുന്നേറാനുള്ളത് മുന്നേറുകയും നമ്മൾ തകർന്നില്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ക്യാപിറ്റലിനെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യും. വി വിൽ വിൻ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. നമ്മൾ പൊളിച്ചിരിക്കുന്ന ട്രേഡേഴ്സ് കൂടെ നിൽക്ക്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ഓക്കെ. എനിവേസ്, ട്രേഡേഴ്സ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ എൻട്രി പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് വീണ്ടും നമ്മുടെ ലൈനിനെ താഴത്തോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. ലൈനെ മീൻസ് അത് നമ്മുടെ ലൈൻ അല്ലായിരുന്നു, നമ്മുടെ എൻട്രി പോയിൻ്റ് ആയിരുന്നു. താഴത്തോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇനി താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിലും ഞാൻ ആ റെഡ് ലൈൻ നോട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 50 പോയിൻറ്റ്സ് ആണ്. അവിടം വരെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ് വെച്ച് വരുമ്പോഴത്തേക്കും 50യുടെ പകുതി 25. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ. അതെ, ഇന്നലെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു ബിഗിനർ ലെവലിൽ നിന്ന് നമുക്കൊരു കോഴ്സ് ചെയ്യാൻ പാടില്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ. അതെ, അതൊക്കെ ന്യായം. നമുക്ക് എങ്ങനത്തെ കോഴ്സൊന്നും ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനത്തെയാണ് പഠിക്കാൻ. അല്ലെങ്കിൽ പഠിക്കാമെന്ന് വെച്ചാൽ ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബിഗിനർ ലെവലിൽ നിന്ന്. അതിനാണ് ഞാൻ ഫിബോയുടെ എക്സ്പ്ലനേഷൻ ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അത് ബേസിക് കാര്യം. ഇനി വേണമെങ്കിൽ ഞാൻ നമ്മളുടെ
ട്രേഡിംഗ് ടെർമിനലിൽ അതെനിക്കൊരു ഇതുണ്ട്. ട്രേഡിംഗ് ടെർമിനൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറോദയാണ്. ഒരിക്കലും ഞാൻ സെറോദയിലേക്ക് നിങ്ങളെ ഇത് ചെയ്യുകയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധനുണ്ട്, സെറോദയുണ്ട്, അപ്സ്റ്റോക്സ് ഏത് വേണമെങ്കിലും വട്ടെവർ യു ലൈക്ക് നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ സെറോദ വെച്ചിട്ട് എല്ലാത്തിലും ഒരുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ സെറോദയുടെ പ്ലാറ്റ്ഫോമിന് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ ട്രേഡ് എടുക്കണം, നമ്മൾ ബാസ്ക്കറ്റിൽ എങ്ങനെ ആഡ് ചെയ്ത് വെക്കണം, എന്തിനാണ് ബാസ്ക്കറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്, നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എക്സിറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ എടുക്കണം, സ്റ്റോപ്പ് ലോസിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം, വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളും ഹ്യൂജ് അറിവുകളുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നല്ല ക്രിറ്റിസിസം ചെയ്യൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു തരൂ. നമുക്ക് തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞു സ്ട്രാറ്റജിയാണ്. നിങ്ങളും കൂടെ അതിനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ എടുക്കുക. എന്നിട്ട് എന്നോട് പറ, ചേട്ടാ അതെ ഇങ്ങനെ എടുത്താൽ ഇച്ചിരിയും കൂടെ ഗുണമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയും കൂടെ പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്. ചേട്ടൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പം ആഴ്ച 2 ദിവസം ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 ഡേയും കൂടെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അതെടുക്കുകയും ചെയ്യും. നമ്മൾ റിയലായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്കകത്തും കൊണ്ടുവരും. സോ നോ ഇഷ്യൂ. നമുക്ക് ഇതിപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഗ്രോ ചെയ്യാനോ ഉള്ള ചാനലൊന്നും അല്ല. അതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. നമുക്കൊരു കൂട്ടായ്മ വേണം. നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി വേണം. ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഒരു ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി വേണം. ഫീസൊക്കെ മേടിക്കുക, നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നോ ടെൻഷൻ, നോ വറീസ്, ബി കൂളായിട്ടിരുന്ന് ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടി ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അറിവുകൾ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും അറിയാം. നമ്മളൊരു അധികമൊന്നുള്ള ആൾ വേണ്ട, ഒരു 5 പേര് നമ്മൾ കൂടി ഇരുന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഷുവർ ദാറ്റ് എൻ്റെ ഐഡിയാസ് അല്ലായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് അല്ലായിരിക്കും എനിക്ക്. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും, കാരണം നോർത്തിലൊക്കെ അങ്ങനെയാണ് ആൾക്കാർ പ്രോഫിറ്റബിൾ ആവുന്നത്. സോ അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. നമുക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റുക, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മീറ്റപ്പ് ഇട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നൊക്കെ ഒന്ന് ട്രേഡ് എടുക്കാനൊക്കെ സാധിക്കുക. അതൊക്കെയാണ്. ഓക്കെ ട്രേഡേഴ്സ് വീണ്ടും താഴത്തോട്ട് വരുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, നോ ഇഷ്യൂ. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടെക്റ്റാണ്. ഇനിയിപ്പം മാനുവലി സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുന്നില്ല. ഇനിയിപ്പം ഇതിപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റാണ്. പ്രോഫിറ്റ് ആയാലും ഓക്കെ താഴത്തോട്ടാണ് വരുന്നത്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തു ഇറങ്ങുന്നു. മാർക്കറ്റിൽ നിന്ന് സിസ്റ്റം ക്ലോസ് ചെയ്യുന്നു. വേറെ കുറേ ജോലികളുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും സമയമായി. അപ്പം ഇത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്യാനുള്ള കാരണം തന്നെ എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്. ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം മാർക്കറ്റ് കാണിച്ചിരുന്നെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേനെ. അപ്പോൾ ഇന്നിപ്പിച്ചിട്ട് സമയം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു. ഇന്ന് ട്യൂസ്ഡേ അല്ലയോ. അപ്പോൾ അതൊക്കെയാണ് ഒരു മൂന്നാമത്തെ ട്രേഡ് എടുക്കാനുള്ള ഒരു റീസൺ. സോ ഇനിയിപ്പം ഇനി ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് ഓവർ ട്രേഡ് ആയി പോകും. പിന്നെ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട്. സോ അങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമുക്ക് ഏതായാലും നോക്കാം. ഇതൊരുപാട് സമയം എടുക്കുകയാണെങ്കിൽ പിന്നെയും ഈ ട്രേഡ് കൊണ്ട് അർത്ഥമില്ലാതായി പോകുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ എടുത്തിട്ട് 10 മിനിറ്റാണ്. മനസ്സിലായോ? ഇതിൽ കൂടുതലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ഉണ്ട്. ഇനിയൊരു 2 ക്യാൻഡിലും 3 ക്യാൻഡിലും കൂടെ കഴിഞ്ഞ് മൊമെൻറ്റം ഉണ്ടായാലും അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലാതെ പോകും. കാരണം ടൈമിൻ്റെ DK വരുന്നതോടെ നമ്മൾക്ക് അത്രയും ഒരു സ്പൈക്ക് കിട്ടാതെ ആവും നമ്മളുടെ പ്രൈസിൽ. സോ ഓക്കെ താഴത്തോട്ട് വന്ന ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായി മാറിയിട്ടുണ്ട്. ട്രേഡേഴ്സ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. ഇതൊക്കെ ഈ ട്രേഡെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം ആണെങ്കിൽ ഏകദേശം നമ്മൾ 0-ൽ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 4,000-ൻ്റെ അല്ലായിരുന്നു. അപ്പോൾ ഇതും ഒരു 24,000 സംതിങ്ങിൻ്റെ പ്രോഫിറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളിന്ന് 0 ആയിരിക്കും നമ്മളുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോസിനെ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അത് പെട്ടെന്ന് കിട്ടണം. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ലൈൻ അതാണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. അതിന് വേണ്ടിയിട്ടാണ് അത് ഡ്രോ ചെയ്തേക്കണത്. അപ്പോൾ അവിടെ ഒരുപാട് സമയം കഴിഞ്ഞ് അവിടെ എത്തിയത് കൊണ്ട് കാര്യമില്ല. കാരണം നമ്മളുടെ പ്രീമിയം വളരെ DK സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സോ പെട്ടെന്ന് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ
ഇനിയിപ്പം കുറച്ചും കൂടെ അത്യാവശ്യം മാർക്കറ്റ് ഒരു കുറച്ചും കൂടെ മൊമെൻറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഇത് വലിയ വീഡിയോ ആയി പോകും. ട്രേഡേഴ്സ്, പ്രീമിയം വൈസ് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോസിന് 2 ട്രേഡിലുണ്ടായ ലോസിനെ ഫുള്ളി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ട്രേഡ്. നാളെ കാണാം ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.